അഭിഷേകും മുടിയനും അതുപോലെ നമ്മുടെ അൻസിബയും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. എങ്ങനെയാണ് അൻസിബയ്ക്ക് ഇത്രയും വോട്ട് കിട്ടുന്നത്, എങ്ങനെയാണ് അൻസിബ പുറത്തു പോകാതെ നിൽക്കുന്നത് എന്ന് സത്യത്തിൽ അവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. വൈൽഡ് കാർഡുകൾ അകത്ത് വന്ന സമയത്ത് അൻസിബ പുറത്ത് നെഗറ്റീവായിരുന്നു. പിന്നെ എങ്ങനെയാണ് അൻസിബ പോസിറ്റീവായത്? എന്താണ് സംഭവിച്ചത്? അൻസിബ തന്നെ പറയുന്നുണ്ട്, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് എന്നുള്ളത്. എന്താണ് ശരിക്കും അൻസിബയുടെ ആ ഒരു പ്രേക്ഷക പിന്തുണയുടെ പിന്നിലെ രഹസ്യം? ഒന്ന് രണ്ട് കാര്യങ്ങൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ബിഗ് ബോസ് വീട്ടിൽ എല്ലാവരും കണ്ടന്റിന് വേണ്ടിയിട്ട് ചുമ്മാ കണ്ണിക്കണ്ട എല്ലാ വിഷയങ്ങളിലും കയറി പിടിക്കാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു കൂട്ടം ആളുകൾ ചുമ്മാ ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും കയറി പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആരെങ്കിലും അടിക്കാൻ ഒരു അവസരം കിട്ടിയാൽ ചുമ്മാ അയാളെ കിടന്നടിച്ച് അയാളെ ഒറ്റപ്പെടുത്തി നെഗറ്റീവാക്കി എങ്ങനെയും എനിക്കിവിടെ നിൽക്കണം, അതിജീവിക്കണം എന്നുകൊണ്ട് മറ്റുള്ളവരെ എങ്ങനെ നശിപ്പിച്ചാലും വേണ്ടില്ല എന്ന് കരുതിയിട്ട് അങ്ങനെ എല്ലാത്തിനെയും കയറി പിടിക്കുന്ന, വാതോരാതെ ചുമ്മാ സംസാരിച്ച് ബഹളം വയ്ക്കുന്ന, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഇടയിൽ വേറിട്ട് നിൽക്കുന്ന ഒരാളാണ് അൻസിബ. ഒച്ച വെച്ച് ബഹളം വച്ചാൽ മാത്രമേ ഗെയിമറാകൂ എന്ന ധാരണയെ മാറ്റിമറിച്ചുകൊണ്ട് പറയേണ്ട സമയത്ത് ഒന്നോ രണ്ടോ വരികളിൽ ചുരുക്കി പറഞ്ഞുകൊണ്ട്, എന്നാൽ ആ പറയുന്നതിൽ കഴമ്പുള്ളത് കൊണ്ട് തന്നെ കയ്യടി വാങ്ങാൻ പറ്റുന്ന ആളാണ് അൻസിബ. അതുകൊണ്ട് തന്നെ വീക്കെൻഡ് എപ്പിസോഡുകളിലോ പ്രത്യേകം ടാസ്കുകളിലോ ജയിൽ നോമിനേഷനിലോ ക്യാപ്റ്റൻസി നോമിനേഷനിലോ ഒക്കെ അൻസിബ പറയുന്ന ഒരു ഡയലോഗ് മതി അൻസിബയ്ക്ക് പ്രേക്ഷകരുടെ ഇഷ്ടം നേടാൻ. അൻസിബ മാസ് ഓഡിയൻസിന്റെ സപ്പോർട്ടൊന്നും നേടിയിട്ടില്ല. ഒരുപക്ഷെ അൻസിബ ഇറങ്ങി കുറെ കൂടെ കളിച്ചിരുന്നെങ്കിൽ ഈ സീസണിൽ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നതിനേക്കാളും കൂടുതൽ ദൂരം മുന്നോട്ട് പോകാൻ അൻസിബയ്ക്ക് സാധിക്കുകയും ചെയ്യുമായിരുന്നു. പക്ഷെ അൻസിബ ഇവിടെ നിൽക്കാൻ വേണ്ടി എന്തും ചെയ്യും, എന്ത് വൃത്തികേടും കാണിക്കും എന്ന നിലവാരത്തിലുള്ള ഒരു മത്സരാർത്ഥിയല്ല. മറിച്ച് ഇവിടെ പ്രേക്ഷകർ നിർത്തുകയാണെങ്കിൽ നിൽക്കാം, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകും, എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാനത് ചെയ്ത് ജീവിക്കും. എന്നാൽ എൻ്റെ ക്യാരക്ടർ വിട്ട് കളിക്കാതെ എന്താണോ ഞാൻ അങ്ങനെ ഇവിടെ നിൽക്കൂ എന്ന നിലപാടുള്ള ഒരു വ്യക്തിയാണ് അൻസിബ. അൻസിബയ്ക്ക് അൻസിബയുടേതായിട്ടുള്ള ശരികളും കാഴ്ചപ്പാടുകളുമുണ്ട്. ഒരു ഗെയിം ഷോയിൽ സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതൊന്നും മാറ്റിമറിക്കാനോ ഓഡിയൻസിനെ വിഡ്ഢികളാക്കാനോ താൻ തയ്യാറല്ല എന്ന ഉറച്ച നിലപാടുമുണ്ട്. അതുകൊണ്ട് തന്നെ അൻസിബ ഒരാളെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ, ഒരാളോട് സ്നേഹം കാണിച്ചാൽ അത് ജെനുവിനാണ്, 100% ജെനുവിനാണ്. കാരണം അൻസിബയെ എന്തുകൊണ്ട് വിശ്വസിക്കാമെന്ന് ചോദിച്ചാൽ, ഗെയിം ഷോയ്ക്കകത്ത് ഒരു തരത്തിലും വെള്ളം ചേർക്കുന്നില്ല, സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് ഒരു നാടകങ്ങളും കാണിച്ചു കൂട്ടുന്നില്ല, സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് പുതിയ കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കുന്നില്ല. വന്ന അന്ന് തൊട്ട് ഇന്ന് വരെ അൻസിബയുടെ ഒരു ഗ്രാഫ് പരിശോധിച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് ജെന്യുവിനായിട്ട് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് നിസ്സംശയം പറയാം. മാത്രമല്ല, ഒരു സാധാരണ പ്രേക്ഷകന് പറയാനുള്ളത് പറയുകയും ഒരു മലയാളിയുടെ സാമൂഹിക ബോധം ഉയർത്തിപ്പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അൻസിബ പലപ്പോഴും. ഇതിനൊക്കെ അപ്പുറം ബിഗ് ബോസ് വീടിനകത്ത് ആരും ചോദ്യം ചെയ്യാത്ത പല വിഷയങ്ങളും ചോദ്യം ചെയ്യുകയും പലപ്പോഴും മറ്റുള്ളവരുടെ ഗെയിം പോലും കൃത്യമായി അനലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അൻസിബ. ഇതൊക്കെ അൻസിബയുടെ പ്ലസ് പോയിന്റ്സ് ആണ്. ഒരുപാട് നെഗറ്റീവ്സും അൻസിബയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഓഡിയൻസിന് അൻസിബയെ ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ അതിലെ പ്രധാന പോയിന്റുകളിലൊന്ന് ഇതൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ ഇനി ഇതിൽ പറയാൻ വിട്ടുപോയതോ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തതോ ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യൂ. എന്തുകൊണ്ടാണ് ആളുകൾ അൻസിബയെ ഇഷ്ടപ്പെടുന്നത്? അതായത് ഞാൻ പറയുന്നത് എല്ലാവർക്കും അറിയാം, ഒരു മാസ് ഓഡിയൻസിന്റെ സപ്പോർട്ടൊന്നും അൻസിബയ്ക്കില്ല. പക്ഷേ സ്ട്രോങ് പ്ലേയേഴ്സ് വരുന്ന പോളിൽ ഒരു 15% ഓഡിയൻസിന്റെ സപ്പോർട്ട് അൻസിബയ്ക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ അവിടെ പലരും തലകുത്തി മറിഞ്ഞിട്ടും അത് കിട്ടുന്നുമില്ല. അപ്പോൾ എന്തായിരിക്കും അൻസിബയുടെ പ്രേക്ഷകരുടെ ആ ഒരു സപ്പോർട്ടിന്റെ പിന്നിലെ രഹസ്യം? കമന്റ് ചെയ്യൂ.